Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തനി നാടൻ കേരള വിഭവമാണ് കേട്ടോ. ഇടിഞ്ചക്ക തോരൻ. ചക്കയുടെ സീസണാണ്. ഇടിഞ്ചക്കയായിട്ടും ചക്കയായിട്ടും ഒക്കെ തുടങ്ങിയ നമുക്കൊക്കെ അടുക്കളയിലേക്ക് വലിയ പഞ്ഞം ഇല്ലാത്തൊരു സമയം കൂടിയാണ് ചക്കയും മാങ്ങയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഒരു ഇടിഞ്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആണ് പറഞ്ഞു തരുന്നത്. അറിയാവുന്നവർ ഇതുപോലെയാണോ ചെയ്യുന്നതെന്ന് നോക്കുക, അറിയാൻ പാടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോകാം വീഡിയോയിലേക്ക്. പീസാണ് നമ്മൾ ഇന്ന് ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പച്ച അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പുറത്തെ മുള്ള് ചെത്തിയെടുത്ത ചക്കയാണ് കേട്ടോ. അത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ക്യൂബുകളാക്കി എടുക്കുക. കാരണം ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം, അധികം വേണ്ട, ഒരു തവണ നമ്മളൊരു വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കും. ഇതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ചക്കകളുടെ സമയമായിട്ടുണ്ട്. ഇടിഞ്ചക്ക പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ചക്കപ്പഴവും ചക്കയൊക്കെ കഴിച്ച ആൾക്കാരുണ്ടാവും. നമുക്കിതൊന്നും കിട്ടിയിട്ടില്ല. ആകെ ചക്ക ഇടിഞ്ചക്ക വരെ എത്തിയിട്ടുള്ളൂ ഇവിടെ. ഒന്ന് കഴുകിയെടുക്കാം, വലിയ ആവശ്യമൊന്നുമില്ല, എന്നാൽ പോലും നമ്മൾ പുറത്ത് വെച്ച് കട്ട് ചെയ്തല്ലേ, അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ കിട്ടും. മഞ്ഞൾപ്പൊടിയുടെ കളർ മാറി നമ്മളിത് കുക്കർ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അത് ഒരു പ്രാവശ്യം വിസിൽ വരുന്നവിടം വരെ നമ്മൾ ഇത് ഒരു വിസിലടിച്ച് വെച്ച് നമ്മളുടെ ഇടിഞ്ചക്കയാണ് ഇത്. ഒരു തവണ കൂടുതൽ വിസിൽ വരാൻ പാടില്ല, ഒരുപാട് വേവും. ഇത് നമ്മളൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് നമ്മുടെ ചെറിയ ജാറിലേക്കോ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അരയ്ക്കുന്നതിനകത്തേക്ക് ഇടാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മളുടെ വീട്ടിൽ അമ്മിക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചക്കയെല്ലാം നമ്മൾ ചെറുതായിട്ട് ഇടിഞ്ചക്ക ഇടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങൾ, ശരിക്കും നമ്മൾ തോരന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ: തേങ്ങ, പച്ചമുളക്, 2-3 വെളുത്തുള്ളി മസ്റ്റായിട്ട് അതിനകത്ത് ചേർക്കണേ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ ചെറിയ ഉള്ളി, ഒരു തരി ജീരകം. ഇത്രയും നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചു. കുറച്ച് കടുക്, അത് കുറച്ച് അരിയാണ് കേട്ടോ, ചുമന്ന നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട്, തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് വെച്ചിട്ടുള്ള കൂട്ട്, കുറച്ച് കറിവേപ്പില കൂടി. ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു, കട്ടിയുള്ള പാത്രം. അതിനുശേഷം നമ്മളതിനകത്തേക്ക് നാടൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കാരണം കേരള ഫുഡിന് എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിനെപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാകാനെടുക്കുന്നൊരു സമയം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും അരി മുളകും കൂടെയുള്ള മിശ്രിതം ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഈ കടുക് പൊട്ടുന്ന ഒരു സമയവും അതുപോലെ തന്നെ നമ്മുടെ ഈ അരി അതൊന്ന് നന്നായിട്ട് പൊട്ടി വരും. ഇതിനകത്ത് ഈ അരി കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അമ്മമാർ കുറച്ച് അരി ഇട്ടാണ് കടുക് വറുക്കുന്നത്. ഉഴുന്നിട്ട് കടുക് വറുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അരി ഇട്ട് കടുക് വറുക്കുന്നതും ഒരു സ്റ്റൈലാണ്. കടുകൊക്കെ പൊട്ടി, കാണാൻ പറ്റില്ലേ, കടുകൊക്കെ പൊട്ടി. അതുപോലെ തന്നെ നമ്മളുടെ അരിയും നല്ല മലര് പോലെയായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങാക്കൂട്ട് ചേർക്കുന്ന നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം ഇതുവരെയായിട്ടും ചേർത്തിട്ടില്ല, ഉപ്പ് കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിടാം. ഒരുമാതിരി ഫ്രൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ചക്കയുണ്ടല്ലോ, ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ഈ ഇടിഞ്ചക്ക വേവിക്കുമ്പോൾ ഞാൻ പിന്നെയും പറയാം കേട്ടോ, നമ്മൾ ഇടിഞ്ചക്ക വേവിക്കുമ്പോൾ വേവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എനിക്കിന്ന് തന്നെ ഞാൻ ആ ഒരു സീറ്റി അടിച്ചിട്ട് പോലും കുറച്ചധികം ആയോ എന്നൊരു സംശയമുണ്ട്.
നമ്മൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പതുക്കെ ഇതൊന്ന് തോർത്തെടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഒന്നൊന്ന് തൊടാത്ത രീതിയിൽ. അത് കുറച്ചുകൂടി വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ അത് നല്ല കറക്റ്റ് തോരൻ്റെ സ്ട്രക്ചറിലേക്ക് വരും. നമ്മളുടെ ചോറിൻ്റെ കൂടെ ഇന്നത്തെ ഡിഷെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് മെനു ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ കൂടെ നല്ല നമ്മുടെ തോരൻ നമ്മളുടെ ഇടിഞ്ചക്ക തോരനാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.